മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസ് എന്താണെന്ന് നോക്കണം കേട്ടോ. നമുക്ക് എന്തായാലും ന്യൂസ് കാണാം ടി വിയിൽ. ബ്രേക്കിംഗ് ന്യൂസ്. നമ്മുടെ സിറ്റിയിൽ ഇപ്പോൾ പുതുതായിട്ട് ഒരു BMW ബ്ലാക്ക് കാർ വന്നിട്ടുണ്ട്. ഈ കാർ ഒരു കേഴ്സ്ഡ് കാറാണ്. ഇത് രാത്രിയാകുമ്പോൾ ഇറങ്ങും, എന്നിട്ട് ആളുകളൊക്കെ ഇടിച്ചിടും. പക്ഷേ ഇതിൽ ഏറ്റവും ട്വിസ്റ്റ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാറിൽ ഡ്രൈവർ ഇല്ല, നോ ഡ്രൈവർ, ബട്ട് ദ കാർ ഈസ് ഗോയിങ് ഓൺ. ഈ കാർ പോവുകയാണ്, പക്ഷേ ഡ്രൈവർ ഇല്ലാതെ എങ്ങനെ പോകുന്നു എന്നതൊരു മിസ്റ്ററി ആയൊരു കാര്യമാണ്. ഈ കാറ് ഇപ്പോൾ ബൈക്കുകാരെയും പെഡസ്ട്രിയൻസിനും ഒക്കെ ഇടിച്ചിടുകയാണ്. കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ കാർ എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി സഞ്ചരിക്കുന്ന ആളുകളൊക്കെ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇനി രാത്രി ആരും പുറത്തിറങ്ങരുത്, ഒരു കാരണവശാലും ആരും പുറത്ത് ഇറങ്ങുകയേ ചെയ്യരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. എല്ലാ ആളുകളും വീട്ടിൽ തന്നെ ഇരിക്കുക, പുറത്തേക്ക് ഇനി ആരും ഇറങ്ങരുത്. അഥവാ ഇറങ്ങിയാൽ കേഴ്സ്ഡുകാരെ നിങ്ങളെ കൊല്ലും. ഞാനെന്താ ഗൈസ് ഈ കണ്ടത്? കേഴ്സ്ഡ് കാറോ? അതെന്ത് സംഭവം ഗൈസ്? നമ്മളെന്തായാലും ന്യൂസിൽ ഇപ്പോൾ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ. ഇതെന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല, എന്താണെന്ന് അറിയില്ല ഗൈസ്. ഈ കാർ എന്തായാലും എന്തോ ചെയ്യുന്നുണ്ട്, ആൾക്കാരൊക്കെ ഇടിച്ചിടുകയാണ്. രാത്രി ആൾക്കാർക്ക് നടക്കാൻ സ്വാതന്ത്ര്യം ഇല്ല ഗൈസ്. ആ റിപ്പർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ കൂടെ അടുത്തതും വന്നോ ഗൈസ്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല ഗൈസ്. നമ്മളെന്തായാലും നമ്മുടെ ഡ്രസ്സൊക്കെ മാറി വന്ന് പോലീസ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. എൻ്റെ യൂണിഫോം ഉണങ്ങിയിട്ടില്ല ഗൈസ്, കുറച്ച് മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് നമ്മൾ പാൻറ്റ് മാത്രം യൂണിഫോം ഇട്ട് പോയിട്ടുണ്ട്. നമുക്കെന്തായാലും സ്റ്റേഷനിലേക്ക് പോട്ടോ, നമ്മൾ ഇൻസ്പെക്ടർ കേട്ടോ. എന്തായാലും സ്റ്റേഷനിൽ ഈ കേഴ്സ്ഡുകാരൻ്റെ ഈ ഒരു കേസ് വന്നിട്ടുണ്ടാവും. നമുക്കെന്താ ചോദിച്ചോക്കോ. SI ഇന്നത്തെ കേസ് എന്താ? മാം, ഇന്നത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ അത് കേഴ്സ്ഡ് കാറാണ്. എടോ ചെറ്റ വർത്താനം പറയാതെടോ, എനിക്കിതറിയാം. സോറി മാഡം, ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഗായ്സ്, ഇവൻ്റെ സംസാരത്തിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. ഇവൻ ജനിച്ചപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ എന്നോടൊന്ന് ക്ഷമിക്കുക, അല്ലെങ്കിൽ ഞാൻ അവൻ എന്തെങ്കിലും ചെയ്തു. ശക്തി തരൂ ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം ഗൈസ്. ഈ സിറ്റി ഒന്ന് അരിച്ചു പെറുക്കാൻ പോവാം ഗൈസ്. നമുക്ക് ഈ സിറ്റി അരിച്ചു പെറുക്കി കഴിഞ്ഞാൽ എവിടുന്നെങ്കിലും ആ കില്ലർക്കാരൻ്റെ എന്തെങ്കിലും ഒരു പൊടി വംശം എന്തെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഗായ്സ്. നമ്മൾ കില്ലർക്കാരനെ തെരഞ്ഞു, ബട്ട് എവിടെയും കില്ലർക്കാരനെ കാണാമല്ലോ കേട്ടോ. നമ്മളെന്തായാലും മൂഞ്ചി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെയല്ല, നമ്മുടെ വീട്ടിൽ. നമുക്ക് എന്തായാലും കിടന്നുറങ്ങുക ഗൈസ്. ഹലോ ഗൈസ്, നമ്മൾ കേഴ്സ്ഡ് കാറ് നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവളാണ് നമ്മുടെ കേസ് എല്ലാതും അന്വേഷിക്കുന്നത്. ഇവൾ നമ്മളെ പിടിച്ചാൽ ശരിയാവില്ല ഗൈസ്. നമുക്കെന്തായാലും ഇവളെ കൊന്നു കളയണം. ഇവളെന്തായാലും കൊന്നു കളയണ്ട. ഇവളിനി എങ്ങനെ പുറത്തിറങ്ങും നോക്കട്ടെ. പോലീസ് സ്റ്റേഷൻ അടുത്താണ്. ഇവൾക്ക് എന്തായാലും കാല് വെച്ച് നടന്ന് പോവാലോ. നമുക്കെന്തായാലും ഇവളുടെ വണ്ടി നശിപ്പിക്കാം. ഇവൾക്കിനി വണ്ടി ആവശ്യമില്ല. പോലീസ്. നമ്മളെന്തായാലും അവളുടെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പരിപ്പ് ഇളകിയിട്ടുണ്ട് കേട്ടോ. ഇതെന്തായാലും നമുക്ക് സ്വിമ്മിങ് പൂളിലേക്ക് തള്ളിയിടാം. അതെന്തായാലും വീണിട്ടുണ്ട്, അതവിടെ കിടക്കട്ടെ. ഇനി ഇവൾ സഞ്ചരിക്കുന്നത് ഞാൻ ഒന്ന് കാണട്ടെ. അവൾക്കിനി ആ വണ്ടിയൊന്നും അതിനുള്ളിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. ഞാനൊരു കില്ലാടി തന്നെ. എൻ്റെ ബുദ്ധി വിമാനമല്ല, റോക്കറ്റല്ല, ജെറ്റ്. ഗൈസ്, നമുക്കെന്തായാലും ആ ഗേറ്റിൽ കൂടെ ഒന്നും പോകണ്ട. ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മളെന്തായാലും എണീച്ചിട്ടുണ്ട്. അയ്യോ, ഇതെന്താ ഗായ്സ്? ഇത് നോക്ക്, എൻ്റെ വണ്ടി, മൈ വെഹിക്കിൾ ഈസ് ബേൺഡ് ഗായ്സ്. ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? എൻ്റെ വണ്ടി മുഴുവൻ കത്തി ഗായ്സ്. ഇതെന്ത് തേങ്ങയാണ്. നമ്മുടെ വീട്ടിലെന്തായാലും CCTV ഉണ്ട്. CCTV ഇല്ലാതൊന്നുമില്ല, നമുക്ക് നോക്കാം ഗായ്സ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗായ്സ്. ഇതാ തെണ്ടി കേഴ്സ്ഡ് കാറാണ്, പണ്ടാറക്കാറ് ഗൈസ്. ഇത് ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നതെന്നൊന്നും മനസ്സിലായിട്ടില്ല. എൻ്റെ വീട്ടിൽ ഒന്നുമില്ല, പക്ഷേ എൻ്റെ വണ്ടി ഒന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. പോരാത്തതിന് ഒന്ന് അവിടെ കത്തി ചാമ്പലായിട്ടുണ്ട് ഗൈസ്. ഇത് എന്താ അവസ്ഥയാണ്? നമുക്ക് പോവാം ഗൈസ്. 6.5 hours later. ഗൈസ്, എന്തോ സൗണ്ടൊക്കെ കേൾക്കണം. എനിക്കാണെങ്കിൽ നല്ല ഉറക്കമൊക്കെ ഉണ്ട്. എന്തത്? എൻ്റെ വണ്ടി കത്തിയത്. അയ്യോ ഗൈസ്, ഇതൊന്ന് നോക്ക് ഗൈസ്. ഇതെന്താ അന്താക്ഷരിയോ? ഞാൻ എന്തിനാ ഇവിടെ ഒന്ന് പാട്ട് പഠിക്കലിക്കണേ. നമുക്ക് എന്തായാലും ഗണ്ണെടുത്ത് മെല്ലെ പോവാം. ഇതിൽ ഡ്രൈവറില്ല കേട്ടോ. ന്യൂസിൽ പറഞ്ഞത് സത്യം തന്നെയാണ്. നമ്മളെന്തായാലും ചെറുതായിട്ട് പേടി വരുന്നുണ്ട് എനിക്ക് ഗൈസ്. ഈ സാധനം നമുക്കെന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി വെക്കാം. ഹലോ മിസ്റ്റർ കത്രീന. മിസ്റ്റർ അല്ല, എന്താണെങ്കിലും എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല.
എടാ ഗൈസ്, ഞാൻ ഈ വണ്ടീൻ്റെ സ്റ്റിയറിങ്ങുമ്പോൾ പോലും തൊടുന്നില്ല കേട്ടോ. ഈ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ, ഇത് എങ്ങോട്ടേ പോണ്? അതിന് നീയല്ലല്ലോ കത്രീന ഇത് കൺട്രോൾ ചെയ്യുന്നത്, ഞാനല്ലേ. നിന്റെ പൊടി പോലും ഇന്ന് കാണൂലടി. നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. അയ്യോ രക്ഷിക്കണേ. 3 days later. അയ്യോ ഗൈസ്, 3 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ലോകം ഒന്ന് കണി കാണുകയാണ് ഗൈസ്. ഹോസ്പിറ്റലിൽ ദിവസം 3 കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ ഓർമ്മയുണ്ട് ഗൈസ്, ആ തെണ്ടി കേസറുകാരെ നമ്മളെ ഇടിച്ചിട്ടു. നല്ല സുഖം, ഇഞ്ചി മിഠായി. ഗൈസ്, എന്തായാലും നമ്മുടെ ഫ്രണ്ട് റീന വന്നിട്ടുണ്ട്. റീനെ, നീ എന്തായാലും സ്റ്റേഷനിലേക്ക് വിട്. അല്ല, നീ ഇന്ന് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്ക്. എനിക്ക് വണ്ടി ഓടിച്ചെടുത്തോളം മതിയായി, ഇനി എനിക്ക് ഓടിക്കണ്ട. എന്താ നോക്ക്. അല്ല പിന്നെ ഗൈസ്, എനിക്കിനി വേണ്ട. എടി, നീ എന്തായാലും വണ്ടി ഇവിടെ നിർത്തിയിട്. മാഡം, ഇയാളെന്താ ഇവിടെ ഇറക്കുന്നത്? അയാളൊന്ന് തല ഇറങ്ങിയത്. നമ്മൾ ഈ കേസുകാരനെ ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. നീ ഇതിനെന്താ ചെയ്യേണ്ടത്? അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. മാഡം, അതിന് ഒന്നും ചെയ്യില്ലേ മാഡം. ഇത് ഗവൺമെൻറ് ഇവിടെ ഇടാൻ പറഞ്ഞതാണ്. ഒന്നും ചെയ്യരുതെന്ന് ഗവൺമെൻറ് പറഞ്ഞില്ല. എന്നാൽ താൻ അവിടെ ഉണ്ടായിരിക്കേ. തൻ്റെ വായിൽ പഴം തിരികെ വെച്ചു എന്നങ്ങോട്ട് വിചാരിക്കുക. അല്ല പിന്നെ ഗൈസ്, നമ്മൾ ഈ വണ്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം. മാഡം, എങ്ങോട്ടാ വണ്ടി ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, പുറത്തേക്ക് കൊണ്ടുപോകണില്ല. ഈ കോമ്പൗണ്ടിൽ അങ്ങോട്ട് നിർത്തിയിട്ടിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്തോളാം. മാഡം എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ പോലീസ് ഉദ്യോഗസ്ഥയാണ്. എന്തായാലും എനിക്ക് എന്ത് വേണേലും ചെയ്യാം. മലയാളമാണെങ്കിൽ കറക്റ്റ് വായ പിടിക്കണമില്ല. നമ്മുടെ ഭാഷയെ നമുക്ക് അറിയത്തുള്ളൂ. എന്തായാലും നമ്മൾ ഇതിൽ ഫുൾ സ്റ്റിക്കി ബോംബ് ഇട്ടിട്ടുണ്ട്. മാഡം, അത് കത്തിക്കാൻ പോകണം? അല്ലടാ, ഞാൻ ചുട്ട് തന്തൂരി ആക്കാൻ പോവാ. അല്ല പിന്നെ അല്ല മാഡം, രണ്ടും ഒന്നല്ലേ. മിണ്ടായിരിക്കടാ അവിടെ. തൻ്റെ വായിൽ പഴം തിരിക്കുന്നത് വിചാരിക്കുക. മിണ്ടാതിരിക്കുക. എൻ്റെ പക തീരുന്നില്ല ഗൈസ്. RPG ഇട്ട് 2-3 വട്ടം അങ്ങോട്ട് വെടിവെച്ചിട്ടുണ്ട്. ശരിക്കാണെങ്കിൽ എന്നിട്ടും തീരുന്നില്ല ഗൈസ്. അവിടെ കിടക്കട്ടെ. നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോവാം ഗൈസ്. നമ്മളെന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ പുതിയ പോലീസുകാരൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ സാറ്. അതൊക്കെ മതി ഗൈസ്. നമുക്കെന്തായാലും മേലെ പോയിട്ട് വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ കേസ് അങ്ങോട്ട് കഴിഞ്ഞു ഗൈസ്. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ഇപ്പം ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാം. പുതിയ വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.